എമ്പുരാനിലെ വിവാദങ്ങൾ തീരുന്നു. സിനിമ വീണ്ടും സെൻസർ ചെയ്യും. ശൂലത്തിൽ തീരുന്ന ഗർഭിണിയുടെ സീനടക്കം ഒഴിവാക്കും. ഇന്ന് തന്നെ സെൻസർ നടക്കുമെന്നാണ് സൂചന. വ്യാപകമായിട്ടുള്ള പരാതി ഉയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനം. സംവിധായകൻ പൃഥ്വിരാജും ഇതിന് വഴങ്ങിയിട്ടുണ്ട്. മോഹൻലാലിന്റെ കടുത്ത നിലപാടുകളും ഇതിന് കാരണമായി. പ്രിവ്യൂ ഷോ പോലും മോഹൻലാൽ കണ്ടിരുന്നില്ല. മുമ്പത്തെ സ്ക്രിപ്റ്റിൽ ചില എഡിറ്റിംഗും സംഭവിച്ചിട്ടുണ്ട്. ചിത്രത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സംഘപരിവാർ കോണുകളിൽ നിന്നും ഉയരുന്നു. BJPയെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത് എന്ന ആക്ഷേപം ഉയരുന്നു. ഇത് മോഹൻലാലിനെയും ആലോചനപ്പെടുത്തിയിരുന്നു. ഇതിനിടയിൽ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോരും ഉയർന്നിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്പരം ആക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് സിനിമ വീണ്ടും സെൻസർ ചെയ്യുന്നത്. കേരളത്തിന് പുറത്ത് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. 225 കോടിയോളമായിരുന്നു എമ്പുരാന്റെ ചെലവ്. മലയാളത്തിൽ നിന്നും 100 കോടി മാത്രമേ പരമാവധി നിർമ്മാതാവിന് കിട്ടൂ. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ അടക്കം സിനിമ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് സെൻസർ വീണ്ടും ചെയ്യാൻ തീരുമാനിച്ചത്. ആകെ 2 കട്ട് മാത്രം നൽകി അനുമതി നൽകിയ എമ്പുരാന്റെ മേൽ ഇനിയും കത്തി വീഴും എന്ന് ഉറപ്പാണ്. ഇനി സിനിമാ പ്രേമികൾ കാണുക സെൻസർ ചെയ്ത പുതിയ വേർഷനായിരിക്കും. മോഹൻലാൽ ചിത്രം എമ്പുരാൻ ബഹിഷ്കരണം എന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമ എന്ന് ബിനീഷ് കോടിയേരിയുടേതായി വന്ന അഭിപ്രായ പ്രകടനമാണ് സിനിമയെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത്. 2002 ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ മുസ്ലിം വംശഹത്യയെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ ശക്തമായി കാണിച്ചു തരുന്നു. ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകളിലൂടെ പറയുന്നു. എന്നാൽ ഇതിന് പിന്നിലെ വ്യാപകമായിട്ടുള്ള ബഹിഷ്കരണ ആഹ്വാനവുമായി പരിവാറുകാരെത്തി. നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എമ്പുരാന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചു. നടന്മാർക്കെതിരെ അധിക്ഷേപവും നടത്തുന്നുണ്ട്. ഹിന്ദു നേതാവ് പ്രതീഷ് വിശ്വനാഥ്, BJP പ്രവർത്തകർ, ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. RSSന്റെ ദേശീയ നേതാവ് ജെ നന്ദകുമാറും സിനിമയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഒന്നും മോഹൻലാൽ അറിഞ്ഞതല്ല എന്ന് മുതിർന്ന RSS പ്രചാരകർ ജയകുമാറിന്റെ വിശദീകരണവും വന്നു. മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട്. ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിരുന്നു സൈബർ ആക്രമണം. ഈ സാഹചര്യത്തിലാണ് ചിത്രം വീണ്ടും സെൻസർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ള RSS നോമിനികൾക്ക് വീഴ്ചയുണ്ടായതായി BJP കോർ കമ്മിറ്റിയിലെ വിമർശനം ഉയരുകയാണ്. BJPയുടെ സംസ്ഥാന സംഘടനയായിട്ടുള്ള തപസ്യയുടെ ജനറൽ സെക്രട്ടറിയായ TM മഹേഷ് അടക്കം 4 പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. വിഷയം ചർച്ചയ്ക്കെത്തിയപ്പോൾ എമ്പുരാനെതിരായിട്ടുള്ള പ്രചാരണം BJP നടത്തേണ്ടതില്ല എന്നാണ് കോർ കമ്മിറ്റിയുടെ നിലപാട്. അതേസമയം എമ്പുരാന്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി. സെൻസർ ബോർഡിന് മുമ്പാകെ വന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ലേ? ഈ ചോദ്യമാണ് ചർച്ചയ്ക്ക് വന്നത്. ആ സമയത്ത് കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്നത് മറ്റു മറുപടികളാണ്. സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന BJP അംഗങ്ങളുടെ കാലാവധി നവംബറിൽ അവസാനിച്ചതായും BJPയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ല എന്നും K സുരേന്ദ്രൻ വിശദീകരിക്കുന്നു. ഈ വീഴ്ചയ്ക്കെതിരെ സംഘടനാതല നടപടി ഉണ്ടാകും എന്ന് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു. പൃഥ്വിരാജ് മോഹൻലാൽ ടീമിനും എമ്പുരാൻ സിനിമയ്ക്കും ആശംസ നേർന്നതിനൊപ്പം വൈകാതെ താൻ സിനിമ കാണുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണം ഉയർന്നത്. മോഹൻലാൽ തന്റെ നല്ല സുഹൃത്താണെന്നും അതുകൊണ്ട് വിജയാശംസ നേർന്നു എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്ന വിശദീകരണം. സിനിമയുടെ ഉള്ളടക്കത്തെയല്ല താൻ പിന്തുണച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. RSSന്റെ കേരളത്തിലെ മുതിർന്ന നേതാവായിട്ടുള്ള ജെ നന്ദകുമാർ അടക്കം ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ലെന്നും സിനിമയുടെ ബഹിഷ്കരണം പോലുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതില്ലെന്നും MT രമേശ് അഭിപ്രായപ്പെട്ടിരുന്നു. ബോക്സ് ഓഫീസ് ചരിത്രമായി എമ്പുരാൻ എന്നാണ് മോഹൻലാലിന്റെ അവകാശവാദം. 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് ചിത്രം. സിനിമ 100 കോടി ക്ലബിലെത്തിയ വിവരം നടൻ മോഹൻലാലാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നത്.
ആഗോളതലത്തിൽ ആദ്യ ദിവസം തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചരിത്രമായി എമ്പുരാൻ മാറി. വിദേശത്തും ചില റെക്കോർഡുകൾ ഈ ചിത്രം തിരുത്തിക്കുറിച്ചിട്ടുണ്ട്. ഓവർസീസ് കളക്ഷൻ ബോളിവുഡ് സിനിമകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന ഓപ്പണിംഗ് ആണ് എമ്പുരാൻ നേടിയത്. UK-യിലും ന്യൂസിലാൻഡിലും എല്ലാം ഏറ്റവും അധികം ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ എന്ന നേട്ടവും എമ്പുരാൻ നേടിയെടുത്തു. അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം ആദ്യ ദിവസം തന്നെ 50 കോടി ക്ലബിലെത്തി. ഇതാദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിട്ടുള്ള ലൂസിഫറിന്റെ 2ാം ഭാഗമായി മാറിയ എമ്പുരാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രം കൂടിയാണ്. അതേസമയം മോഹൻലാൽ, പൃഥ്വിരാജ്, സുകുമാരൻ സിനിമ എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തി മണിക്കൂറുകൾക്കകം ഓൺലൈനിൽ ചോരുകയും ചെയ്തു. ഇത് വലിയ രൂപത്തിൽ വിവാദമാക്കിയതുകൊണ്ടാണ് ഈ സിനിമ വീണ്ടും സെൻസർ ബോർഡിന്റെ രംഗത്തെത്തുന്നത്. അപ്പോൾ സെൻസർ ചെയ്തിട്ട് വേണ്ടുന്ന രൂപത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് തന്നെയല്ലേ സിനിമയ്ക്ക് സാങ്ഷൻ നൽകിയത് എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എല്ലാവരും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് വ്യക്തമായ അഭിപ്രായം പറയുന്നുണ്ട്. പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വേറിട്ട അഭിപ്രായം പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് വിദ്യാ ഗുരുസാഗർ മൂർത്തി. സമൂഹമാണ് അതിനെ പോലും കയറി ചൊറിയെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ചില്ലറ സൂക്കേടൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. മാത്രമല്ല മുഹമ്മദ് അവിടെ അധികാരത്തിലേക്ക് അധികം കഴിയുന്നതിന് മുൻപേണിത്. ആ ഒരു സർക്കാർ അധികം കഴിയുന്നതിന് മുൻപേ തന്നെ ഈ അദ്ദേഹത്തിന് അങ്കലാപ്പരാക്കുക എന്ന ഒരു തന്ത്രവും കൂടെ, രാഷ്ട്രീയ തന്ത്രവും കൂടെ പിന്നിലുണ്ട്. ഒന്നത്. രണ്ടാമത്തത്, ഈ ചലച്ചിത്രത്തെ പറ്റി പറയാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് എടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന പഴയ അന്തരിച്ച നടൻ സുകുമാരന്റെ മകനാണ്. ഈ സുകുമാരന്റെ മകൻ സത്യത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. മോഹൻലാലിന്റെ യുഗം കഴിഞ്ഞു. ഇനി ആ സ്ഥാനത്തേക്ക് ഒരു പക്ഷെ അതിലും മേലെ സംവിധായകനടക്കമായി ഞാൻ വന്നിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. മോഹൻലാലിന്റെ അഭിനയ കരിയറിന്റെ ഒടുക്കമായിട്ടാണ് ഈ സിനിമ ഇവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആ വലിയ സിനിമയിൽ ആകെ 5 or 6 ഡയലോഗ് മാത്രമാണ് ഈ മഹാനടന് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇദ്ദേഹത്തെ വെച്ച് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ തള്ളിക്കയറ്റം, ടിക്കറ്റിന്റെ ചിലവാകൽ എല്ലാം മുൻകൂട്ടി കണ്ടൊരു നല്ല സാമർഥ്യമുള്ള ബിസിനസ്സുകാരൻ തന്നെയാണ് പൃഥ്വിരാജ് കുമാരൻ. പക്ഷെ പൃഥ്വിരാജ് കുമാരൻ മറന്നു പോകുന്ന ഒന്നുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരനായ ഹിന്ദുവിന് ഇന്നത്തെ കാലത്ത് കൃത്യമായ രാഷ്ട്രീയം അറിയാം. രാഷ്ട്രീയം മാത്രമല്ല, താങ്കളുടെ പൂർവികരോട് എന്താണ് ജിഹാദികൾ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന കാര്യത്തെ പറ്റി നിങ്ങളാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി ഓരോ ദിനവും ഹിന്ദുക്കൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളുടെയും വായിച്ചും കേട്ടും നേരിട്ട് അനുഭവിച്ചു. കാരണം 2003 2002 ഈ ഫെബ്രുവരി 27 ഈ ബോധേല ഇൻസിഡന്റ് ഉണ്ടായി. 2003 മെയ് 1 എന്താ ചെയ്തത്? കോഴിക്കോട് മാറാട് കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്ന 9 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി കൊന്നില്ല. അപ്പൊ ഇതൊക്കെ ചെയ്തത് നമ്മുടെ സമൂഹം ഞെട്ടലോടെ വേദനയോടെ കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ കൊലക്കത്തി താഴെ വെക്കേണ്ടത് ആരാണ് എന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഗുജറാത്തിൽ മാത്രം കിട്ടിയതിന്റെ വേദന പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് മാറാതെ അതിനെപ്പറ്റി ഇടതുപക്ഷ ബുദ്ധിജീവികളെ കൊണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൊണ്ട് നിരന്തരം പറയിപ്പിച്ച് ഹിന്ദു സമൂഹം എന്തോ വലിയ അക്രമികളാണ്. അത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരിക്കലും വിക്കിലീക്സ്, ജൂലിയൻ അസൈഞ്ചിന്റെ വിക്കിലീക്സിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിക് ടെററിസം അല്ല സത്യത്തിൽ ഭാരതത്തെ ബാധിക്കുന്ന പ്രശ്നം, അത് ഹിന്ദു ടെററാണ്. അപ്പൊ ഹിന്ദു ടെറർ എന്നൊരു പദം പോലും സൃഷ്ടിച്ചത് ഈ രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ഹിന്ദുക്കളെ ജിഹാദികൾക്ക് സമമായോ അല്ലെങ്കിൽ ജിഹാദികളെക്കാൾ മോശമായോ ചിത്രീകരിക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിലുള്ളത് കോൺഗ്രസ് ആണ്. യാതൊരു സംശയമില്ലാണ്ട് പറയാം. പൊതുവെ പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചതാണ്, അദ്ദേഹം അതിന്റെ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള രൂപത്തിൽ വലിയ രൂപത്തിൽ വിവാദം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഈ വിവാദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സെൻസർ ചെയ്യാൻ പോലും തയ്യാറായി എന്നാണ് കേൾക്കുന്നത്. നമസ്കാരം. മോഹൻലാൽ ചിത്രമായ എമ്പുരാനെ കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. പക്ഷേ വിവാദങ്ങൾ എങ്ങനെയും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സരോജി, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് എമ്പുരാൻ റീസെൻസറിംഗിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഒരു റീസെൻസറിംഗ് വന്നാൽ തീർച്ചയായും വീണ്ടും സംഘപരിവാർ കേന്ദ്രങ്ങൾക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെയൊക്കെയുള്ള ആക്രമണം രൂക്ഷമാവുകയല്ലേ ഉള്ളൂ. അല്ല കുമാരൻ, കാര്യം ഇതിന്റെ ഒരു പിന്നാമ്പറം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എമ്പുരാൻ റിലീസായ ദിവസം മറ്റെല്ലാ വാർത്താ മാധ്യമങ്ങളിലും എമ്പുരാന്റെ കണ്ടന്റിനെ കുറിച്ച്, അതായത് ചിത്രത്തെക്കുറിച്ച്, ചിത്രത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ചും മറ്റുമൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇതിന്റെ കണ്ടന്റിൽ ഇങ്ങനെ ഒരു കൂടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട്, പരസ്യമായ ഒരു കടത്തൽ, ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ് എമ്പുരാൻ എന്നുള്ള രീതിയിൽ ആദ്യ വാർത്ത പുറത്തുവിടുന്നത് നമ്മൾ തത്വമയി ന്യൂസാണ്. വലിയ പ്രതികരണമാണ് അന്ന് ആ വാർത്തയ്ക്ക്. നമ്മൾ ഇതുപോലെ ഇതിനെടുത്തൊരു ചർച്ചയാണ്. അത് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. ആ സമയത്ത് ആ സിനിമ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അത് കണ്ടതിന് ശേഷം കൃത്യമായ അഭിപ്രായം പറയുമെന്നും പറഞ്ഞിരുന്നു. അന്ന് വൈകിട്ട് തന്നെ ഞാൻ ആ ചിത്രം കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു മിനിറ്റിനുള്ളിൽ
ടൈറ്റിൽ കാർഡിനൊപ്പം ഒരു ട്രെയിൻ കത്തുന്നത് കാണിക്കുന്നുണ്ട്, അതിനകത്ത് കുറെ സന്യാസിമാർ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്, ഒരു സമാധി അവസ്ഥയിൽ പോലും ഒരു സന്യാസി ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് ആ ടൈറ്റിൽ കാർഡിൽ മാത്രം കാണിച്ചുകൊണ്ട്, അതായത് ആ ട്രെയിൻ എങ്ങനെ കത്തി, എന്തുകൊണ്ട് കത്തി, എങ്ങനെയാണ് ആര് കത്തില്ല. പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു 25ഓളം മിനിറ്റ് ഒരു ആവശ്യവുമില്ലാതെ ഒരു കലാപത്തെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതായത് ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെ അവിടുത്തെ ഹിന്ദുക്കൾ, ഗുജറാത്തിലെ ഹിന്ദുക്കൾ നടത്തിയ ക്രൂരമായ ആക്രമണം ചിത്രീകരിച്ചിരിക്കുകയാണ്. ഒരു മയവുമില്ല. അതായത് വേട്ടക്കാരൻ ഇരയാകുകയും ഇര വേട്ടക്കാരനാകുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് കേരളത്തിലും കണ്ടുവരുന്നത് അത് തന്നെയാണ്. നന്ദി.